നമസ്കാരം. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ നാണക്കേടുകളിലൊന്നാണ് പൊതുവേദികളിൽ ഉന്തും തള്ളും ഉണ്ടാക്കൽ. AICC ജനറൽ സെക്രട്ടറി അല്ല, AICC അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ വരുന്ന വേദിയാണെങ്കിൽ പോലും പ്രാദേശിക തലം തൊട്ടുള്ള നേതാക്കന്മാർ മുതൽ സംസ്ഥാന നേതാക്കന്മാർ വരെ ഒരേ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാക്കുന്ന ഒരു പൊതുരീതി കോൺഗ്രസ്സിന് കാലങ്ങളായുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കാലങ്ങളായി ഉള്ള ഒന്നാണ്. പക്ഷേ ഇനിയെങ്കിലും അതിനൊരു മൂക്കുകയറിട്ടില്ല എങ്കിൽ ഒരു പരിഹാസപാത്രമായി കോൺഗ്രസ് കേരളത്തിലെ ജനതയ്ക്ക് മുൻപിൽ മാറുമെന്നൊരു ബോധ്യത്തിൻ്റെ പുറത്താകണം പല മാറ്റങ്ങളും കോൺഗ്രസിൽ വരാൻ പോകുന്നു. വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. പൊതുവേദികളിൽ ഉന്തും തള്ളും ഉണ്ടാക്കുന്ന നേതാവ് ആരാണെങ്കിലും അയാളുടെ ചെവിക്ക് പിടിച്ച് പുറകോട്ട് വലിക്കുന്ന തരത്തിലേക്ക് നടപടികൾ നീങ്ങാൻ പോകുന്നു എന്ന് സാരം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ, ഒരു പാർട്ടി പരിപാടി നടക്കുമ്പോൾ ആ വേദിയിൽ ആർക്ക് പ്രാധാന്യം നൽകണം എന്നുള്ള ഒരു സർക്കുലർ പാർട്ടി പുറപ്പെടുവിച്ചിരിക്കുന്നു. കൂടാതെ പാർട്ടി പരിപാടി നടക്കുമ്പോഴോ പൊതുപരിപാടി നടക്കുമ്പോഴോ ആർക്കൊക്കെയാണ് വേദിയിൽ കൂടുതൽ പ്രാധാന്യം എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയും വരുത്തിയിരിക്കുകയാണ് KPCCയുടെ സംഘടനാ ചുമതലയുള്ള M. ലിജു ആണ് ഇപ്പോൾ അത് ഒപ്പിട്ട് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ആ സർക്കുലർ പുറത്തു വന്നത്. പാർട്ടി പരിപാടികളിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടത്തിന് അന്തിമ രൂപം നൽകിയിരിക്കുകയാണ് KPCC എന്ന് സാരം. പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കൃത്യമായ കാര്യപരിപാടി ഉണ്ടാകണമെന്നും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ടവരുമായ നേതാക്കൾ മാത്രമേ വേദിയിൽ ഉണ്ടാകാവൂ എന്നും തീരുമാനമായി. പരിപാടികളിൽ സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാക്കണമെന്നും നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തുടങ്ങി കൃത്യസമയത്ത് പരിപാടി അവസാനിപ്പിക്കണമെന്നും പെരുമാറ്റച്ചട്ടം പറയുന്നുണ്ട്. പരിപാടികൾ വൈകി ആരംഭിക്കുന്നത് കൃത്യസമയത്ത് എത്തിച്ചേരുന്നവരോടുള്ള അനാദരവാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ കർശന നടപടി എടുക്കുമെന്നും ചട്ടം അനുശാസിക്കുന്നുണ്ട്. KPCC അന്തിമ രൂപം നൽകിയ പെരുമാറ്റച്ചട്ടം പാലിച്ചുള്ള ആദ്യ പരിപാടിയായ സംവിധാൻ ബച്ചാവോ ആന്തോളൻ നാളെ തിരുവനന്തപുരത്ത് നടക്കും. പരിപാടികൾ നടത്തുമ്പോൾ വേദിയിൽ കസേരകളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും KPCC പ്രസിഡന്റ്, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, പാർലമെന്ററി പാർട്ടി നേതാവ്, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ KPCC പ്രസിഡന്റുമാർ, AICC ഭാരവാഹികൾ, വർക്കിംഗ് പ്രസിഡന്റുമാർ, MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ, മുൻ MPമാർ, MLAമാർ, മുൻ മന്ത്രിമാർ എന്നിവർ പങ്കെടുക്കുന്ന യോഗങ്ങളിലെ കസേരകളിൽ അവരുടെ പേര് കൃത്യമായി രേഖപ്പെടുത്താനും ധാരണയായി. നോട്ടീസിൽ പേരില്ലാത്ത AICC KPCC ഭാരവാഹികളോ DCC അധ്യക്ഷൻ, MP, MLA എന്നിവരിൽ ആരെങ്കിലും അവിചാരിതമായി യോഗത്തിന് എത്തിയാൽ അവരുടെ പ്രോട്ടോകോൾ മാനിച്ച് ഇരിപ്പിടം നൽകണം. സ്വാഗത പ്രാസംഗികൻ ഉത്തരവാദിത്തത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കണം. വേദിയിലുള്ളവരുടെ പേരുകൾ അടങ്ങിയ നോട്ടീസ് സ്വാഗത പ്രാസംഗികരുടെ കയ്യിൽ കരുതണമെന്നും സ്വാഗത പ്രസംഗത്തിന് ശേഷം സംസാരിക്കുന്ന പ്രാസംഗികർ നോട്ടീസിലുള്ള പേരുകൾ വായിക്കുന്നത് ഒഴിവാക്കണമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നു. പരിപാടിയുടെ ആകെ സമയം എത്രയാണ്, ഓരോരുത്തരും എത്ര സമയം സംസാരിക്കണം എന്നീ കാര്യങ്ങളിൽ പരിപാടിയുടെ അധ്യക്ഷൻ തീരുമാനമെടുക്കാം. വേദികളിൽ തിക്കും തിരക്കും ഉണ്ടാകാതെ നോക്കേണ്ടത് പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഘടകത്തിന്റെ അധ്യക്ഷന്റെ ചുമതലയാണ്. നേതാക്കൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അനാവശ്യ തിരക്ക് പാടില്ല. ആവശ്യമായ മുൻകരുതലുകൾ സംഘാടകർ എടുത്തിരിക്കണം. പരിപാടിയുടെ നടത്തിപ്പിന് നിശ്ചയിച്ചിരിക്കുന്ന ഭാരവാഹികൾ അവരല്ലാതെ വേറെ ആരും ഉദ്ഘാടന വേദിയിലേക്ക് കയറാൻ പാടില്ല. ഇക്കാര്യത്തിൽ സേവാദളിന്റെ സേവനം ഉപയോഗപ്പെടുത്തണം. സാധ്യമായ അവസരങ്ങളിലെല്ലാം പരിപാടി കവർ ചെയ്യാൻ നല്ല ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും ചുമതലപ്പെടുത്തണം. പ്രധാന പരിപാടിയാണെങ്കിൽ ലൈവ് കവറേജ് ഉണ്ടായിരിക്കണം. സമൂഹ മാധ്യമങ്ങളിൽ അഭിരുചിയുള്ള ചെറുപ്പക്കാരെ ഇതിനായി പ്രത്യേകം നിയോഗിക്കണം. പാർട്ടി നടത്തുന്ന ജാഥകളിൽ ബാനറിനു പിന്നിൽ മാത്രമേ നേതാക്കളും പ്രവർത്തകരും അണിനിരക്കാൻ പാടുള്ളൂ. പ്രധാനപ്പെട്ട നേതാക്കൾ ദൃശ്യമാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അവർ ചുമതലപ്പെടുത്തുന്നവർ അല്ലാതെ വേറെ ആരും അവരുടെ പിന്നിൽ തിക്കിത്തിരക്കാൻ പാടില്ല. പൊതുയോഗങ്ങളിൽ നേതാക്കൾ സംസാരിക്കുമ്പോൾ പ്രസംഗ പീഠത്തിനു പിന്നിൽ ആരും നിൽക്കാൻ പാടില്ല. മൺമറഞ്ഞ നേതാക്കളുടെ അനുസ്മരണ പരിപാടികളിൽ ചടങ്ങിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം. തിക്കിത്തിരക്കാൻ പാടില്ല. ഇത്തരം യോഗങ്ങളിലെ പ്രസംഗങ്ങളും ഔചിത്യപൂർവ്വം നടത്തണമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അടിമുടി കോൺഗ്രസിന്റെ പരിപാടിയിലെ അച്ചടക്കമില്ലായ്മയെ തച്ചുടച്ചു വാർക്കാൻ തയ്യാറെടുക്കുകയാണ് KPCC എന്ന് തന്നെ മനസ്സിലാക്കണം.
സർക്കുലറിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ചടക്കത്തോടു കൂടി പരിപാടി നടത്തണം എന്നതാണ് ആ കാര്യം. അത് ഇനി മുൻപോട്ട് പോയില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ മുഖച്ഛായയ്ക്ക് മങ്ങലുണ്ടാകുമെന്ന് കോൺഗ്രസിന് ബോധ്യമായിരിക്കുന്നു. ഇനി സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് ഒരു പരിഹാസപാത്രമാകില്ല എന്നതിൻ്റെ ആദ്യ ചുവടായിരിക്കണം ഇത്.